ഇത് ജയോത്സവമായി നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു അതൊരു ടെക്നിക്കൽ ടേമാ. പൗലോസ്ലീഹ അവിടെ പറയുന്നത് ട്രയംഫസ് എന്ന് പറയുന്ന ഒരു സെറിമോണിയൽ ഒരു പ്രൊസഷനെ പറ്റിയാണ്. ട്രയംഫസ് എന്ന് പറയുന്ന ഒരു ട്രയംഫൽ പ്രൊസഷൻ എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന ഒരു പ്രൊസഷനാണ്. പ്രൊസഷൻ നമ്മള് റാസയൊക്കെ നടത്തുമല്ലോ. ഈ പ്രൊസഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ അടുത്തിടയ്ക്ക് ഫിലാഡൽഫിയക്കാർക്ക് എല്ലാം അറിയാം. ഈ ഇത് പന്ത് കളി ജയിച്ചു വന്നപ്പോ ഇവിടെ ഭയങ്കര വിക്ടറി പരേഡ് നടന്നു. ഈ വിക്ടറി പരേഡ് ആണ് ഈ ട്രയംഫസ് എന്ന് പറയുന്നത്. അതിന്റെ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ട്രയംബയോ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ട്രയംഫസ് who always leads us triumphantly as captives in Christ. അത് ഈ റോമ സാമ്രാജ്യത്തിലെ തലവന്മാര് ചുറ്റുപാടുമുള്ളവരുമായിട്ട് യുദ്ധം നടത്തുകയും ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞ് വരുമ്പോ റോമൻ പട്ടണത്തിൽ ഒരു പ്രൊസഷൻ നടത്തും. ആ പ്രൊസഷന് പല ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, വിജയിച്ചു വന്നു കഴിയുമ്പോൾ വിജയിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് ഒരു സാക്രിഫൈസ് നടത്തണം. അത് ഒരു ലക്ഷ്യം. രണ്ടാമത്, ഈ വിജയത്തിന് കാരണമായ ഒരു മിലിറ്ററി ജനറൽ കാണും. ആ മിലിറ്ററി ജനറൽ ആണ് ആദ്യം പോകുന്നത്. അത് പർപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും അദ്ദേഹം പോകുന്നത്. അന്നേരം അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു സംഗതി, ഈ പ്രൊസഷനിൽ ഇവര് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന യുദ്ധത്തിന് ലഭിച്ച കൊള്ള മുതൽ, ദി സ്പോയിൽസ് ഓഫ് വാർ, ഇത് മുഴുവനും ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവര് യുദ്ധത്തിൽ പിടിച്ച് കീഴടക്കിയ നാട്ടിലെ പടയാളികളും ജനങ്ങളെയും ഇവര് ചങ്ങലക്കിട്ട് ഈ പ്രൊസഷനിൽ ഏറ്റവും പുറകെ കൊണ്ടുപോകും. അത് അവരെ ഈ യുദ്ധത്തിൽ തോറ്റവരെ ഷെയിം ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ്. എന്നിട്ട് അവരെ ഇങ്ങനെ കൊണ്ടുപോവുക മാത്രമല്ല, ഈ പ്രൊസഷൻ അവസാനിക്കുന്ന സമയത്ത് അതിൽ ചിലരെയൊക്കെ ഇവര് സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ റോമൻ ഈ മിലിറ്ററി വിക്ടറിയുടെ ഒരു ട്രയംഫൽ പ്രൊസഷൻ എന്ന് പറയുന്നത്. ആ പ്രൊസഷന്റെ ഇമേജ് ആണ് ഇവിടെ പൗലോസ്ലീഹ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അന്നേരം പൗലോസ്ലീഹ പറയുന്നത് ഇതാണ്: താങ്ക്സ് ടു ഗോഡ് who always leads us triumphantly as captives in Christ. അന്നേരം ഇങ്ങനെ ഒരു പ്രൊസഷൻ പൗലോസ്ലീഹ ഈ റോമൻ ട്രയംഫൽ പ്രൊസഷനെ എടുത്തിട്ട് അത് ക്രിസ്തീയമായ ഒരു ഇമേജറി ആയിട്ട് കാണിക്കുകയാണ്. ഈ ക്രിസ്തീയമായ ഈ ട്രയംഫൽ പ്രൊസഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവമാണ് അതിന്റെ മുമ്പിൽ പോകുന്ന ജനറൽ എന്ന് പറയുന്നത്, വിക്ടോറിയസ് ജനറൽ എന്ന് പറയുന്നത്. അതിന്റെ പുറകെ ആ ജനറൽ ചെയ്ത ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ യാഗം എന്ന ഒരു യാഗത്തിലൂടെയാണ് ഈ ഒരു വിജയം നടന്നിരിക്കുന്നത്. അന്നേരം അതിനകത്ത് ആ പ്രൊസഷനില് ക്യാപ്റ്റീവ്സ് ആയിട്ട് കൊണ്ടുപോകുന്നവരിൽ ഒരാളാണ് ഞാൻ, പൗലോസ് എന്ന് പൗലോസ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതാണ് who always leads us triumphantly as captives in Christ. അന്നേരം പൗലോസ് എന്ന് പറയുന്ന ഞാൻ ദൈവം നയിക്കുന്ന ഒരു വിക്ടോറിയൽ ട്രയംഫൽ പ്രൊസഷനിലെ ഒരു ക്യാപ്റ്റീവ് ആണ്, ഒരു പ്രിസണർ ആണ് എന്ന് പൗലോസ് അതൊരു വളരെ പിക്ചോറിയൽ ആയിട്ട് നമ്മളത് ആധുനിക റോമൻ നഗരം കണ്ടിട്ടുള്ളവർക്കറിയാം. അവിടെ ക്യാപിറ്റോൾ ഹിൽ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലമുണ്ട്. അവിടെ ഒരു ജൂപ്പിറ്റർ ദേവന്റെ ഒരു യാഗപീഠം ഉണ്ട്. അവിടേക്കാണ് ഇവർ പോകുന്നത്. നമ്മൾ കൊളോസിയത്തിന്റെ ഒരു വശത്തൂടെയൊക്കെയാ പോകുന്നത്. അന്നേരം നഗരത്തിന് ഒരു വലിയ ആഘോഷമാണത്. അന്നേരം അങ്ങനെ ആഘോഷപരമായ ഒരു ട്രയംഫൽ വിക്ടറി കഴിഞ്ഞ് ഒരു പ്രൊസഷനിലാണ് ഈ ക്രിസ്തീയ സഭ സ്ഥാപിച്ചിരിക്കുന്ന സാഹചര്യം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അതിലെ ഒരു ക്യാപ്റ്റീവാണ്. അന്നേരം ക്രിസ്തുവിലൂടെ ദൈവം ഒരു ക്യാപ്റ്റീവായിട്ട്
ഒരു പ്രിസണറായിട്ട് പൗലോസിനെ വിളിച്ചതാണ് എന്ന് പൗലോസ് പറയുകയാണ്. ഇനി അവിടെ രണ്ടാമത്തെ ഒരു മെറ്റഫോർ അല്ലെങ്കിൽ ഒരു അനാലജി എന്ന് പറയുന്നത് ഈ ട്രയംഫൽ പ്രൊസഷന്റെ ഒരു മെറ്റഫോർ അവിടെ ഉണ്ട്. രണ്ടാമത്തെ ആ ട്രയംഫൽ പ്രൊസഷനിൽ തന്നെ ട്രയംഫൽ പ്രൊസഷൻ പോകുമ്പോൾ ഇവരിങ്ങനെ ഇൻസെൻസ് ധൂപം ഇങ്ങനെ വീശിക്കൊണ്ടാ പോകുന്നത്. അന്നേരം ആ ധൂപം വീശുന്നതിന്റെ ആ പരിമളം ആ പ്രദേശം മുഴുവനും പരക്കും. അന്നേരം അതാണ് രണ്ടാമത് പറയുന്നത്, തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അന്നേരം ഒരേ സമയത്ത് പൗലോസ് ഈ വിക്ടോറിയൽ ട്രയംഫൽ പ്രൊസഷനില് ദ ക്യാപ്റ്റീവ് ഓഫ് ഗോഡും ആണ്. അതേ സമയത്ത് ഹീസ് ആൻ ഇൻസെൻസ് ഇൻ ദ പ്രൊസഷൻ. അവിടെ ആ പ്രൊസഷനില് കൊണ്ടുപോകുന്ന ആ ധൂപം, ആ പരിമള ധൂപം പോലെയാണ് പൗലോസിന്റെ സുവിശേഷവും എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് for we are to God the sweet aroma of Christ among those who are being saved and those who are perishing. അന്നേരം ഈ നമ്മൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാല് ഇവിടെ ആ പ്രൊസഷനിന്റെ പുറകിൽ ഈ ക്യാപ്റ്റീവ്സിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ക്യാപ്റ്റീവ്സിനെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അന്നേരം അവരുടെ മുമ്പിൽ എന്ത് പരിമള ധൂപം നടത്തിയാലും അത് അവർക്ക് വലിയ എഫക്റ്റ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അത് ഈ വിക്ടറി ആഘോഷിക്കുന്നവർക്ക് ഈ പരിമള ധൂപം എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അതുപോലെയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ ഞാനും ആ പരിമള ധൂപം, ആ വിക്ടോറിയസ് പ്രൊസഷനിലെ പരിമള ധൂപം പോലെയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ആ വിക്ടോറിയൽ പ്രൊസഷനിലെ പരിമള ധൂപം പോലെയാണ്. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് അത് നല്ല സുഗന്ധവും അല്ലാത്തവർക്ക് അത് മരണകാരണവുമായിട്ട് മാറും. പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം തുടങ്ങുമ്പോൾ 1:18 പറയുന്നുണ്ടല്ലോ, കുരിശിന്റെ വചനമോ രക്ഷിക്കപ്പെടുന്നവർക്ക് 1 കൊരിന്ത്യർ 1:18 കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതേപോലെ ഒരു കമ്പാരിസൺ ആണ് ഈ ദൈവജ്ഞാനമാകുന്ന പരിമളമാണ് ഈ പൗലോസിലൂടെ ഈ സുവിശേഷ വേല എന്ന രീതിയിൽ ഈ കൊരിന്ത്യ ദേശത്ത് പരന്നിരിക്കുന്നത്. പക്ഷെ ആ ദൈവജ്ഞാനമാകുന്ന പരിമളം വിശ്വസിക്കുന്നവർക്ക് അത് ജീവൻ നൽകുന്നതാണ്. പക്ഷെ അത് വിശ്വസിക്കാത്തവർക്ക് അത് മരണത്തിലേക്കുള്ള വാസനയാണ്. ജീവനുള്ളവർക്ക് ജീവനിലേക്കുള്ള വാസനയാണ്. അതായത് ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ജീവനിലേക്കുള്ള വാസനയാണ്. അന്നേരം അതാണ് ആദ്യത്തെ ഒരു മെറ്റഫോറും ഒരു ഇമേജറി എന്ന് പറയുന്നത്. റോമൻ ട്രയംഫൽ പ്രൊസഷനും ആ പ്രൊസഷനിൽ ഉണ്ടാകുന്ന അരോമ, ഫ്രേഗ്രൻസ്, അതാണ് ഈ സുവിശേഷം. അതാണ് പൗലോസിന്റെ സുവിശേഷവും എന്ന് പൗലോസ്ലീഹ പറഞ്ഞു നോക്കുകയാണ്. ഈ അരോമയെ പറ്റി പറയുമ്പോൾ വേറൊരു സാഹചര്യം കൂടെ വരും. അതായത് പഴയ നിയമത്തില് ഈ യാഗം അർപ്പിക്കുന്നതിന്റെ പ്ലീസിങ് അരോമയെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗത്തിന്റെ പരിമളം മൂലം ദൈവം പ്രീതിപ്പെടണം എന്നുള്ള ഒരു കൺസെപ്റ്റ് പഴയ നിയമത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യത്തിൽ, പുറപ്പാട് എക്സോഡസ് 29:18 അവിടെ ഒരു യാഗത്തെ പറ്റി പറയുമ്പോൾ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ദൈവത്തിന് സൗരഭ്യവാസനയായി തീരണം നിന്റെ യാഗം എന്നാണ് പറയുന്നത്. പിന്നെ 25-ലും അത് പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന് മീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അന്നേരം ഈ സാക്രിഫൈസിൽ നിന്നുണ്ടാകുന്ന അരോമ ദാറ്റ് ഷുഡ് ബി പ്ലീസിങ് ടു ലോഡ് എന്നൊരു കൺസെപ്റ്റ് പഴയ നിയമത്തിലുള്ളതാണ്. അന്നേരം അതെ, ക്രിസ്തുവിന്റെ യാഗം അത് ദൈവത്തിന് പരിമള ധൂപമായിട്ട് മാറുന്നു.
ആ പരിമള ധൂപമാണ് ഞങ്ങള് സുവിശേഷത്തിലൂടെ ഈ പ്രദേശത്ത് പരത്തുന്നത്. അന്നേരം അത് വിശ്വസിക്കുന്നവർക്ക് അത് ജീവന്റെ കാരണമായിട്ട് മാറും എന്ന് പറയുന്ന ഒരു 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 രൂപക ഒരു അലങ്കാര ഒരു പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതാണ് 2:13, 2:14, 15, 16 ഈ 3 വാക്യങ്ങളിൽ പറയുന്നത്. എന്നിട്ട് 16 അവസാനിക്കുമ്പോൾ മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഈ ഈ ജീവൻ അതായത് ഈ പരിമള ധൂപം ജീവന് വേണ്ടി ഭവിക്കുവാൻ ഹൂ ഈസ് ക്വാളിഫൈഡ് എന്നാണ് അത് യഥാർത്ഥത്തിൽ അവിടെ അവിടെ ഉള്ള ചോദ്യം. ഹൂ ഈസ് ക്വാളിഫൈഡ്? Who is qualified for this triumphal victory parade? And who is qualified for this fragrance? Who is qualified for the aroma of Christ? എന്ന് പറഞ്ഞിട്ട് അതൊരു ആ ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് 16 അവസാനിക്കുന്നത്. 17 പറയുന്നുണ്ട്, മലയാളത്തിൽ വായിക്കുമ്പോൾ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് ഇച്ചിരി വേഗാണ്. ഈ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകർ, ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ for we are not likely so many others who peddle the word of God for profit. പെഡിൽ ഫോർ പ്രോഫിറ്റ് ഓർ ട്രേഡ് ഫോർ പ്രോഫിറ്റ് എന്നുള്ളതിനെ അവിടെ മലയാളത്തിൽ കൂട്ടുചേർക്കുന്ന അനേകർ എന്ന് മലയാളത്തിൽ ചേർക്കുക. അതായത് പൗലോസ്ലീഹ എന്നിട്ട് ഹു ഈസ് ക്വാളിഫൈഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങള് നിങ്ങളുടെ മുമ്പില് നിങ്ങൾ കാണുന്ന മറ്റുള്ളവർ അവര് ദേ ആർ ട്രേഡിങ് ദ ഗോസ്പൽ ഫോർ പ്രോഫിറ്റ്. വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. വി ആർ ഡൂയിങ് ഇറ്റ് വിത്ത് സിൻസിയറിറ്റി. On the contrary, in Christ we speak before God with sincerity as men sent from God. ദൈവത്താൽ അയക്കപ്പെട്ട, ദൈവത്തിന്റെ കൽപ്പനയാൽ അയക്കപ്പെട്ടവർ എന്ന രീതിയിൽ നിർമ്മലതയോടുകൂടി ഞങ്ങളാണ് ഈ സുവിശേഷം സംസാരിക്കുന്നത്. അവിടെ പ്ലൂറലിലാണ് പറയുന്നത്. പൗലോസ് തീത്തോസിനെയും തീമോത്തിയോസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് മിഷണറീസിനെ പറ്റിയാണ് പറയുന്നത്. പൗലോസിനെയും പൗലോസിന്റെ കൂടെയുള്ളവരെ പറ്റിയാണ് പറയുന്നത്. ആദ്യം അതാണ് ഈ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു ഇമേജറി അങ്ങനെ അവതരിപ്പിച്ചതിന് ശേഷം രണ്ടാമത് വേറൊരു ഇമേജറിയിലേക്ക് പോവുകയാണ്. അതാണ് 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ ഒരു സെക്കൻഡ് ഇമേജറി കാണുന്നത്, അതൊരു ലെറ്ററിനെ പറ്റിയാ പറയുന്നത്. അതാണ് നമ്മളൊരു പ്രധാന ചിന്താ വിഷയമായിട്ട് നിങ്ങൾ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സംഗതി. അത് മലയാളത്തിൽ വായിച്ചു തുടങ്ങും, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കേണ്ടതിന് നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഇവിടെ മലയാളത്തില് 1-2 വാക്കുകൾ, ഒന്ന് പത്രം, ശ്ലാഘ്യപത്രം, ക്രിസ്തുവിന്റെ പത്രം. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. പത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റർ. ശ്ലാഘ്യപത്രം എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ റെക്കമെൻഡേഷൻ ലെറ്റർ. ഇവിടെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്നും നമുക്കറിയാവുന്ന പരിചയമുള്ള ഒരു സംഗതിയാണ് റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ വേറൊരാൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന ഒരു രീതിയാണ് ഇത്. ഇന്ന് നമ്മൾ ജോലിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഏൻഷ്യന്റ് കാലം തൊട്ട്, പുരാതന കാലം തൊട്ട്, അതായത് പുരാതന ഗ്രീക്ക് കൾച്ചറിനകത്ത് ഈ ലെറ്റർ റൈറ്റിംഗ് ടെക്നിക്സിന്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള
ഡിഫറെന്റ് ഫോംസ് ഓഫ് ലെറ്ററിനെ പറ്റി ഗ്രീക്ക് ലിറ്ററേച്ചറിനകത്ത് പറയുന്നിടത്ത് പ്രധാനപ്പെട്ട ഒരു ലെറ്റർ റൈറ്റിംഗ് ഫോം എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുക എന്നുള്ളത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുമ്പോൾ അതിന് ചില ശൈലികളൊക്കെ ഉണ്ട്. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ക്വാളിറ്റികൾ പറഞ്ഞുകൊണ്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ എഴുതുന്നത്. ഇത് ഏൻഷ്യൻ ഗ്രീക്ക് കൾച്ചറിലും റോമൻ കൾച്ചറിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. ഇതിന് ആദിമ ക്രൈസ്തവ സഭയില് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്നത്തെ പോലെ അല്ല, പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരാൾക്ക് എഴുത്തെഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ പൗലോസ്ലീഹ ഇപ്പൊ കൊരിന്ത്യയിൽ സഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ തീത്തോസിനെ കൊരിന്ത്യ സഭയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോ ആ സമയത്ത് തീത്തോസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ തീത്തോസിനെ പറ്റി തീത്തോസിന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു വിടുമ്പോൾ ആ എഴുത്ത് ആ സഭയിലുള്ളവർ കണ്ട് വായിച്ചു നോക്കിയിട്ട് പൗലോസ്ലീഹ ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു എന്നവര് മനസ്സിലാക്കണം. അതാണ് ഈ അങ്ങനെ ഒരു സംഗതി ഈ ആദിമ സഭയിൽ വളരെ പ്രചാരത്തിലിരുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ മിഷണറിമാര് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിച്ചു പോവുകയും ആ നാട്ടിൽ ചെന്ന് സുവിശേഷം പറയുകയും ചെയ്യേണ്ട സമയത്ത് അവരെ അധികാരപ്പെടുത്തുകയും അവരെ ശുപാർശ ചെയ്ത് അയക്കുകയും ചെയ്യുന്ന ഒരു എഴുത്ത് കൊടുത്തുവിടുന്നത് ഒരു രീതിയായിരുന്നു. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഇതിന് ഉദാഹരണങ്ങൾ കാണാം. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 27-ാം വാക്യം അവിടെ അപ്പൊല്ലോസിനെ അയക്കുന്ന കാര്യമാണ് പറയുന്നത്. ആക്ട്സ് 18:27 അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അതായത് 24-നകത്ത് അലക്സാന്ദ്രക്കാരനായി വാഗ്വൈഭവമുള്ള തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്നൊരു യഹൂദൻ എഫെസോസിലെത്തി. അപ്പല്ലോസിനെ വേറെ ഒരു അഖായയിലേക്ക് പറഞ്ഞയക്കാൻ നേരത്ത് ശിഷ്യന്മാര് ഒരു എഴുത്ത് എഴുതി അപ്പല്ലോസിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ചെല്ലുന്നിടത്ത് ഈ എഴുത്ത് കാണിച്ചാൽ നിന്നെ അവര് സ്ലീഹന്മാര് പറഞ്ഞിട്ടാ വരുന്നത് എന്ന് പറഞ്ഞ് അവര് നിന്നെ സ്വീകരിച്ചോളൂ എന്ന് പറയുന്നു. ഇത് ആവർത്തിച്ചു വരുന്നുണ്ട്. റോമാലേഖനം 16-ാം അധ്യായത്തില് ഫേബയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമായ വിധത്തിൽ കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവള് പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. റോമാലേഖനം 16:1-2. ആ ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ ഇപ്പൊ എഴുതുന്ന ആ റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ലാംഗ്വേജ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അന്നേരം ഒരാളെ റെക്കമെൻഡ് ചെയ്യുക. അന്നേരം ഈ റെക്കമെൻഡേഷൻ ലെറ്ററിനെ പറ്റിയാണ് ഈ പൗലോസ്ലീഹ 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാല് മുമ്പേ പറഞ്ഞല്ലേ, ഈ ഇൻട്രൂഡേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നവര് ഈ പൗലോസ്ലീഹ പോയതിനു ശേഷം കൊരിന്ത്യ സഭയിൽ എത്തുകയും അവര് കൊരിന്ത്യ സഭക്കാരോട് ചോദിച്ച ഒരു സംഗതി, പൗലോസ് നിങ്ങളുടെ അടുക്ക വന്നപ്പം എന്തെങ്കിലും ലെറ്റർ നിങ്ങളെ കാണിച്ചായിരുന്നു, എന്തെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. പൗലോസ്ലീഹ എങ്ങും റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് പോയതായിട്ട് നമ്മൾ എങ്ങും വായിക്കുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം പൗലോസ്ലീഹ സുവിശേഷവുമായിട്ട് പോയത് സുവിശേഷം അതുവരെയും എത്തിച്ചെന്നിട്ടില്ലാത്ത സെൻസ് ഓഫ് ഗോസ്പൽ ഒരു വെർജിൻ ലാൻഡുകളിലേക്കാണ് പോയത്. അവിടെ ആരെ റെക്കമെൻഡ് ചെയ്യാനാണ്? അതാണ് പൗലോസ്ലീഹയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതുവരെ ആരും സുവിശേഷവുമായിട്ട് കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലാണ് പൗലോസ്ലീഹ സുവിശേഷവുമായിട്ട് ചെന്നത്. 2, പൗലോസ്ലീഹ
ക്രിസ്തുവിനാൽ നേരിട്ട് വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. അപ്പോ അത് പൗലോസ്ലീഹായുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അന്നേരം പൗലോസ്ലീഹ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ പൗലോസ്ലീഹ മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻട്രൂഡേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന പൗലോസ്ലീഹായ്ക്ക് പുറകെ കൊരിന്ത്യൻ സഭയിൽ വന്ന ആൾക്കാർ പൗലോസ്ലീഹായുടെ റെക്കമെൻഡേഷൻ ലെറ്റർ എവിടെ എന്ന് കൊരിന്ത്യ സഭയിൽ ഒരു ചോദ്യം ഉണ്ടാക്കുകയും അത് കൊരിന്ത്യ സഭയിലെ മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇടയായി. അപ്പോഴാണ് പോൾ ചോദിക്കുന്നത്, ഡു ഐ നീഡ് എ റെക്കമെൻഡേഷൻ ലെറ്റർ? അതാണ് 3-ാം അധ്യായത്തിൽ ചോദിക്കുന്നത്. ഡു വി നീഡ്, ലൈക്ക് സം പീപ്പിൾ, ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ ടു യു ഓർ ഫ്രം യു? എന്നിട്ട് പറയാണ്, യു യുവേഴ്സെൽഫ് ആർ അവർ ലെറ്റർ, inscribed on our hearts, known and read by everyone. എനിക്ക് പൗലോസ്ലീഹ കൊരിന്ത്യരോട് പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ. കാരണം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സുവിശേഷം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് സഭ സ്ഥാപിച്ച എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ. പോൾ എന്ന് പറയുന്നത്, പോള് കൊരിന്ത്യ സഭയുടെ സ്ഥാപകനാണ്. അന്നേരം കൊരിന്ത്യ സഭയുടെ സ്ഥാപകൻ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ കൊരിന്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൊരിന്തിലെ ജനങ്ങളുടെ ജീവിതമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, യു ആർ മൈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. യു യുവേഴ്സെൽസ് ആർ അവർ ലെറ്റർ. അവിടെ രണ്ടാമത്തെ ഒരു അനാലജി അവിടെ വരികയാണ്. You yourself are the recommendation letter, but the letter has some peculiarities. ആ ലെറ്ററിന്റെ പെക്യുലിയാരിറ്റി എന്താന്ന് ചോദിച്ചാൽ, ദാറ്റ്സ് റിട്ടൺ ഓൺ അവർ ഹാർട്ട്സ്. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ്, അത് പേപ്പറിലല്ല എഴുതി വച്ചേക്കുന്നത്, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിങ്ങളാണ് എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഷിഫ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ, then you are a letter from Jesus Christ. It is clear that you are a letter from Jesus Christ, the result of our ministry, written not with ink but with spirit of living God, not on tablets of stone but on tablets of human hearts. അതാണ് അവിടുത്തെ ആ അലങ്കാര പ്രയോഗത്തിന്റെ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ രൂപകങ്ങൾ കൂടി വരികയാണ്. നിങ്ങളാണ് എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുവിനാൽ എഴുതപ്പെട്ട റെക്കമെൻഡേഷൻ ലെറ്റർ ആണ്. ഈ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുകയും ക്രിസ്ത്യാനികളാകുകയും വഴി യു ബിക്കം എ ലെറ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കറിയാലോ, ഈ ലെറ്റർ എന്ന് പറയുന്നതിന്റെ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് പറയാനുള്ള മെസ്സേജ് വേറെ ഒരാളെ അറിയിക്കാനുള്ളത്. കൊരിന്ത്യ സഭയിലെ ജനങ്ങൾ ക്രിസ്തുവിന്റെ ലെറ്റർ ആണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സന്ദേശമാണ് കൊരിന്ത്യ സഭയിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യു ആർ ദ ലെറ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ദ മെസ്സേജ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. That message was compiled by, written by Jesus Christ, but it was administered by Saint Paul. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. അവിടെ പൗലോസ്ലീഹ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലെറ്റർ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ്. അതിന് കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് പോളാണ്. സഭ എന്ന് പറയുന്നത് പൗലോസ്ലീഹയാണ്, അല്ല, ക്രിസ്തുവാണ് സ്ഥാപിച്ചത്. കൊരിന്ത്യയിലെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് സ്ഥാപിച്ചത്. അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് പൗലോസ്ലീഹയാണ്. അതാണ് അതിന്റെ ഒരു അലങ്കാര പ്രയോഗം അല്ലെങ്കിൽ ഒരു മെറ്റഫോറിക്കൽ ഒരു പ്രയോഗമാണ് ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡ്. യു ആർ ദ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആൻഡ് യു ആർ ദ ലെറ്റർ ബൈ ഫ്രം ജീസസ് ക്രൈസ്റ്റ് അഡ്മിനിസ്ട്രേഡ് ബൈ സെന്റ് പോൾ എന്ന് പറയുന്നത് സംഗതി. ഇനി ആ ലെറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇസ് റിട്ടൺ നോട്ട് വിത്ത് ഇങ്ക്
നോട്ട് ഓൺ ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ. മഷി കൊണ്ട് എഴുതിയതല്ല, കല്ലുകൊണ്ട് ഉള്ള പലകകളിൽ അല്ലെങ്കിൽ കൽപ്പലകകൾ, ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോണിൽ എഴുതിയതല്ല, മറിച്ച് രണ്ട് നോട്ട് വെച്ച് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഷി കൊണ്ട് എഴുതിയതല്ല, അത് മഷി കൊണ്ട് എഴുതിയതല്ല, അത് കൽപ്പലകയിൽ എഴുതിയതല്ല. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് എന്തുവാ? അത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ ഹൃദയം എന്ന മാംസപലകയിൽ എഴുതിയതാണ്. മഷി കൊണ്ട് എഴുതുന്നതിന് പകരം ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. കൽപ്പലകയിൽ എഴുതുന്നതിന് പകരം ഹൃദയം എന്ന മാംസപലകയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരും? എന്താ കൽപ്പലകയിൽ എഴുതിയത്? കൽപ്പലകയിൽ എഴുതിയത് കൽപ്പനകൾ. മോശയുടെ ന്യായപ്രമാണമാണ് കൽപ്പലകയിൽ എഴുതിയത്. അന്നേരം കമ്പാരിസൺ മുമ്പോട്ട് പോകാൻ പോകുന്നത് മോശയിലേക്കാണ്. ഇനി ആ 3-ാം അധ്യായത്തിന്റെ 7 തൊട്ട് മുന്നോട്ട് 18 വരെ മുന്നോട്ട് പോകുന്നിടത്തെല്ലാം മോശയും പൗലോസ്ലീഹായും തമ്മിലുള്ള ഒരു കമ്പാരിസണാ വരാൻ പോകുന്നത്. അതിന്റെ ഒരു ഫ്ലാഷ് ആണ് മുമ്പേ കൊടുക്കുകയാണ് കൽപ്പലക എന്ന് പറയുന്നിടത്ത്. അന്നേരം കൽപ്പലകയിൽ എഴുതി ദൈവം മനുഷ്യന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തെ പറ്റി ഒരു സൂചന ഇവിടെ വരുന്നുണ്ട്. ഇനി ഈ ഹൃദയം എന്ന മാംസപലകയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് വേദഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് നോമ്പിൽ അത് പ്രത്യേകിച്ച് വായിക്കുകയും ഒക്കെ പറയുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 11:9. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം. 19. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകും, പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഒരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. പൗലോസ്ലീഹ ഈ പറഞ്ഞ ഇപ്പൊ ഈ 2-ാം കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഗതികളും ഇവിടെ വരുന്നുണ്ട്, അല്ലേ? കല്ലായുള്ള ഒരു ഹൃദയം മാറ്റി മാംസമായ ഒരു ഹൃദയം ഞാൻ കൊടുക്കും. എന്തുവാ, പുതിയ കൽപ്പനകൾ ഞാൻ അത് കൊടുക്കും. ഞാനത് പുതിയ ഹൃദയത്തെ ഞാൻ നൽകും. ഇത് അവിടെ I will give them one heart and put a new spirit within them. I will remove the heart of stone from their flesh and give them a heart of flesh. 18-31 വരുന്നുണ്ട്. 18-31 cast away from you all transgressions that you have committed against me, and get yourself a new heart and a new spirit. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഇനി 36-ലേക്ക് വരുമ്പോ 36, 37 വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ഈ ആത്മാവിനെ പറ്റിയും ഹൃദയത്തെ പറ്റിയൊക്കെ പറയുന്നത്. യഹോവയാ ഞാൻ ഇപ്രകാരം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. 36, 26, 27. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇനി ഇത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുമുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:33. യെരമ്യാ 31:33.
എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഞാനത് എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നേരം ഇത് പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രവാചക സന്ദേശമാണ്. അന്നേരം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് മോശയിലൂടെ കൽപ്പലകയിൽ എഴുതിയ നിയമങ്ങളെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകി. പക്ഷെ ഇസ്രായേൽ ജനത ആ കൽപ്പലകകളിൽ എഴുതിയ നിയമങ്ങളെ അവരത് കല്ലിലെ നിയമം മാത്രമാക്കി വെച്ചു. അവരുടെ ജീവിതത്തിലെ നിയമത്തിലേക്ക് അവരത് കൊണ്ടുപോയില്ല. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് ട്രാൻസ്ഗ്രഷൻസ് ചെയ്തു. ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയി. അങ്ങനെ അവര് ഇസ്രായേൽ ജനത തന്നെ ഇല്ലാതെയായി, രാജ്യം ഇല്ലാതെയായി, അവർ അടിമത്തത്തിലേക്ക് പോയി. അടിമത്തത്തിലിരിക്കുന്ന സമയത്താണ് ഈ പ്രവാചകന്മാർ പറയുന്നത്, ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന നിയമത്തെ അല്ല, ഇനി നിങ്ങൾ തിരിഞ്ഞ് യഹോവയിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ യഹോവ നിങ്ങളെ സ്വതന്ത്രരാക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് വരുമ്പോൾ, പശ്ചാത്തപിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയവും പുതിയൊരു നിയമവും തരും. കൽപ്പലകകളിൽ എഴുതിയ നിയമത്തിന് പകരം ഹൃദയത്തിന്റെ മാംസളമായ ഹൃദയത്തിൽ എഴുതുന്ന ഒരു നിയമം തരും. എന്ന് പറഞ്ഞാൽ ഈ കൽപ്പലകയിലെ നിയമവും ഹൃദയത്തിലെ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കൽപ്പലകയിലെ നിയമം വളരെ എക്സ്റ്റീരിയർ ആണ്. അത് ഞാനും തമ്മിൽ അത് രണ്ട് സംഗതികളാണ്. ഹൃദയത്തിൽ എഴുതുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ്സ് ഇന്റീരിയറൈസിങ് ദ ലോ. നിയമം ഞാൻ തന്നെയാണ്, എന്റെ ജീവിതം തന്നെ നിയമത്തിനനുസരിച്ച് മാറുന്നു. അത് ഇന്റീരിയറൈസേഷൻ ഓഫ് ലോ. ഇത് സംഭവിച്ചത് എവിടെയാണ്? ഇത് സംഭവിച്ചത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്, ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുന്ന എഴുത്ത്, ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന എഴുത്ത് കൽപ്പലകകളിൽ എഴുതിയ എഴുത്തല്ല, അത് പുതിയൊരു നിയമമാണ്, അത് ഹൃദയത്തിന്റെ പലകകളിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഈ ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ഇന്റീരിയറൈസ്, അത് നമുക്കറിയാമല്ലോ. നമ്മള് ഈ സെർമൺ ഓഫ് ദ മൗണ്ട്, അവിടെ ഗിരിപ്രഭാഷണത്തിലെ ക്രിസ്തു ഈ നിയമങ്ങളെ പുനർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇന്റീരിയറൈസേഷൻ ഓഫ് ദ ലോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിയമം വരണം. എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളല്ല വേണ്ടേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നിയമങ്ങൾ വരണം എന്നാണ് അവിടെ പറഞ്ഞത്. അന്നേരം അത് സാധ്യമായത് ക്രിസ്തുവിലൂടെയാണ് എന്ന് പൗലോസ്ലീഹ അവിടെ പറഞ്ഞ ഈ കോൺട്രാസ്റ്റ്, അതിനു വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് അവതരിപ്പിക്കുന്നത്. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ എഴുതിയിരിക്കുന്നു. മഷി കൊണ്ടല്ല, ഇത് ആരാണ് എഴുതുന്നത്? ദൈവത്തിന്റെ ആത്മാവാണ് എഴുതുന്നത്. എന്തുകൊണ്ടായി ഇന്റീരിയറൈസേഷൻ ഓഫ് ലോ ഇല്ലാതെ പോയതെന്ന് ചോദിച്ചാൽ, ദ ലാക്കിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോ ഇന്റീരിയറൈസ് ചെയ്യാൻ പറ്റാതെ പോയത്. അന്നേരം ആത്മാവ് വരുമ്പോൾ ഈ നിയമങ്ങള് ഹൃദയപലകകളിൽ എഴുതി വെക്കപ്പെടും എന്ന് പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. അതാണ് നമ്മൾ എങ്ങനെയാണ് കൊരിന്ത്യ സഭയിലെ ജനങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രമായിട്ട് മാറും. The recommendation letter written by Jesus Christ through Paul എന്നുള്ളത് ആണ് പൗലോസ്ലീഹ അവിടെ സ്ഥാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. നിങ്ങൾ തന്നെയല്ലേ എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ? ബിക്കോസ് the letter is written in your heart. That means ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ ലെറ്റർ എന്നവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ അവിടെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വി ആർ കോൺഫിഡന്റ്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. സച്ച് കോൺഫിഡൻസ് ബിഫോർ ഗോഡ് ഈസ് അവേഴ്സ് ത്രൂ ക്രൈസ്റ്റ്. അവിടെ കോൺഫിഡൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഈ 2:16 അവസാനത്തില്, എന്നാൽ ഇതിന് പ്രാപ്തനാര്, ഹൂ ഈസ് ക്വാളിഫൈഡ് ഫോർ ദിസ് എന്ന് പറയുന്നതിന്റെ അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന വാക്യമാണ് ഹൂ ഈസ് ക്വാളിഫൈഡ് ഫോർ
ഫോർ ദിസ് എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം സത്യത്തിൽ ഇത്. ദൈവത്തിൽ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ ഉറപ്പുണ്ട് എന്ന് പറയുന്നത്. വി ആർ കോൺഫിഡന്റ് ഇൻ ഗോഡ്. ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉറപ്പുണ്ട് എന്ന് പറയും. വി ആർ കോൺഫിഡന്റ് ബിഫോർ ഗോഡ് ഇസ് അവേഴ്സ് ത്രൂ ക്രൈസ്റ്റ്. അതായത് നിങ്ങളാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ, അല്ലെങ്കിൽ യു ആർ ഓൾറെഡി ഇന്റീരിയറൈസ്ഡ് ദ ലോ, അല്ലെങ്കിൽ ഇന്റീരിയറൈസ്ഡ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സോ വി ആർ കോൺഫിഡന്റ് ഇൻ യു എന്ന് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ആ കോൺഫിഡൻസിനെ പറ്റിയാണ് അടുത്ത വാക്യത്തിലും പറയുന്നത്. നോട്ട് ദാറ്റ് വി ആർ കോമ്പീറ്റന്റ് ഇൻ അവേഴ്സെൽഫ് ടു ക്ലെയിം ദാറ്റ് എനിത്തിങ് കംസ് ഫ്രം അസ്, ബട്ട് അവർ കോമ്പീറ്റൻസ് കം ഫ്രം ഗോഡ്. അതായത് ഞങ്ങളുടെ ക്വാളിറ്റി, അതായത് ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ ക്വാളിഫിക്കേഷൻ ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല, അത് ഞങ്ങൾക്ക് ദൈവം തരുന്ന ദാനമത്രേ. മലയാളത്തിൽ അവിടെ പ്രാപ്തർ, അത് കണ്ടില്ലേ? അത് 16 അവസാനം ഹൂ ഈസ്, ഇതിന് പ്രാപ്തൻ ആര് എന്നല്ലേ 16 ചോദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് ഈ 3:5 കിടക്കുന്നത്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. അന്നേരം ഈ ക്രിസ്തുവിന്റെ അരോമയ്ക്ക് ആരാണ് ക്വാളിഫൈഡ് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇവിടെ അതിന് ഉത്തരവുണ്ട്. വി ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ്, ബട്ട് വി ആർ നോട്ട് ക്വാളിഫൈഡ് അവേഴ്സെൽഫ്. ദൈവം ദാനമായിട്ട് തന്നതിന്റെ പേരിൽ ഞങ്ങൾ ക്വാളിഫൈഡ് ആണ്. വി ആർ കോമ്പീറ്റന്റ് ബിക്കോസ് ഓഫ് ഗോഡ്. ഗോഡ് ഗിഫ്റ്റഡ് അസ് ദാറ്റ് കോമ്പീറ്റൻസി, ദാറ്റ് ക്വാളിഫിക്കേഷൻ എന്നാണ് 4-ലും 5-ലും പറയുന്നത്. എന്നിട്ട് 6-ൽ വരുമ്പോൾ പുതിയൊരു കൺസെപ്റ്റ് പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. അത് വളരെ വളരെ റെയറായിട്ടുള്ള ഒരു സംഗതിയാണ്, അധികം എങ്ങും പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. ഹി മെയ്ഡ് us competent to become ministers of a new covenant. അക്ഷരത്തിന്റെ ശുശ്രൂഷകരായിട്ടല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരായിട്ടത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്നത് മരണ ശുശ്രൂഷ, നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? തുടർന്ന് അങ്ങനെ അതൊരു പ്രത്യേകതരം പ്രയോഗത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് മൊത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. അപ്പോ നമ്മള് പറഞ്ഞു വന്നത്, ആദ്യം പൗലോസ്ലീഹ കൊടുക്കുന്ന ഇമേജറി റോമൻ ട്രയംഫൽ വിക്ടോറിയൽ പരേഡ്, അതിനകത്തുള്ള അരോമ, യു ആർ ദ അരോമ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് യു ആർ ദ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഫ്രം ജീസസ് ക്രൈസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ത്രൂ പോൾ എന്നുള്ളതാണ് കൊരിന്ത്യ സഭയെ പറ്റി പൗലോസ്ലീഹ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ 6-ൽ and he has qualified us as ministers of new covenant, not of the letter but of the spirit, for the letter kills but the spirit gives life. പൗലോസ്ലീഹായ്ക്ക് കൊടുക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവണന്റ് എന്നുള്ളത്. നമ്മൾ ഈ ന്യൂ കവണന്റിനെ പറ്റിയാണ് നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എസെക്കിയേലിന്റെ പുസ്തകത്തിലും നമ്മൾ തൊട്ടു മുമ്പേ വായിച്ചു കേട്ടത്. പുതിയൊരു നിയമം ഞാൻ നിങ്ങൾക്ക് തരും, ആ നിയമം ഹൃദയപലകകളിൽ എഴുതുന്നതാണ്. ആ പുതിയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഈ ന്യൂ കവണന്റ് എന്നുള്ളത് നമ്മൾ ആദ്യം ഈ ന്യൂ കവണന്റ് പുതിയ നിയമത്തില് അധികം ഇടത്തൊന്നും ഇല്ല, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇടത്തായി ന്യൂ കവണന്റിനെ പറ്റി പറയുന്നു. അത് രണ്ടും വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള
നരേറ്റീവ്സ്, വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന സ്ഥലങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 20-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിലും പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തം എന്ന് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായമാണ് ഈ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്. 25-ാം വാക്യത്തിൽ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഇതാണ് ഈ ന്യൂ കവണന്റ് എന്നുള്ള പ്രയോഗം വരുന്ന പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. അത് കഴിഞ്ഞാല് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം എന്ന് പറയുന്നത്. പിന്നെ എബ്രായ ലേഖനത്തിൽ 1-2 അടുത്ത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായം 8-ൽ പറയുന്നത്, എന്നാൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷൻ ആയിട്ട് അത് പറയുന്നു. അന്നേരം നമ്മൾ മുമ്പേ പറഞ്ഞ ആ സംഗതിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതായത് പഴയ നിയമകാലത്തെ പഴയ നിയമ ഇസ്രായേലിന്റെ ട്രാൻസ്ഗ്രഷൻസ് എല്ലാം ദൈവം കണ്ടു. ആ ട്രാൻസ്ഗ്രഷൻസിന് അവർക്ക് ആവശ്യമായ ശിക്ഷകളൊക്കെ കിട്ടി. അന്നേരം അത് കഴിഞ്ഞ് അവര് റിപ്പന്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു പുതിയ നിയമം കൊടുക്കും. ആ പുതിയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ് ഞങ്ങൾ എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അന്നേരം ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകര് നിങ്ങളും ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പങ്കാളികളാണ്. അന്നേരം ഈ കൊരിന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ഓഫ് ന്യൂ കവണന്റ്, അല്ലെങ്കിൽ the church, the Christian church is the community of new covenant എന്ന് പൗലോസ്ലീഹ അവിടെ സ്ഥാപിച്ചു വെക്കുകയാണ്. ഇനി ആ ന്യൂ കവണന്റിന്റെ പ്രത്യേകതകളെ പറ്റിയും ഇനി അത് മുന്നോട്ട് വരുന്നുണ്ട്. ആ കവണന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവൻ നൽകുന്നതാണ് ആ കവണന്റ്. പുതിയ നിയമ ശുശ്രൂഷ അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതായത് ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല എന്ന് പറയുന്നത് ഈ കൽപ്പലകകളുടെ കാര്യത്തെ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പഴയ കവണന്റിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ആ പഴയ കവണന്റ് അല്ല, ആ പഴയ കവണന്റ് മാറി പുതിയ കവണന്റ് വന്നു. ആ പുതിയ കവണന്റ് ജീവിപ്പിക്കുന്നതായ ഒരു കവണന്റ് ആണ്. ഇത് ജീവൻ കൊടുക്കുന്നത്, അത് നമ്മള് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തില് ഈ അസ്ഥികളുടെ താഴ്വരയെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു സംഗതി, അവരിലേക്ക് ആത്മാവ് വരുമ്പോ അവർക്ക് ജീവൻ വെക്കും എന്നുള്ളതാണ്. അന്നേരം ആത്മാവ് എന്ന് പറയുന്നത് ജീവൻ നൽകുന്ന ആത്മാവിനെ പറ്റിയാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. അവിടുന്ന് തന്നെയാണ് വീണ്ടും ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്നത് മരണ ശുശ്രൂഷ. നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾ അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ല. വീണ്ടും എക്സോഡസിലേക്ക്, പുറപ്പാട് പുസ്തകത്തിലേക്ക് പോവുകയാണ് പൗലോസ്ലീഹ. ഈ കൽപ്പലകൾ വാങ്ങി തിരിച്ചിറങ്ങി വരുന്ന മോശയുടെ മുഖത്തേക്ക് ജനം നോക്കുമ്പോൾ അവർക്ക് മോശയുടെ മുഖം തിളങ്ങുന്നതായിട്ട്, അതായത് പ്രകാശിക്കുന്നതായിട്ട് തോന്നി. പിന്നെ മോശ ജനത്തോട് ഇടപെടുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ് ഇടപെട്ട് എന്നുള്ളത് എക്സോഡസിനകത്ത് പറയുന്ന സംഗതിയാണ്. അന്നേരം ഈ കൽപ്പലകകള്
വാങ്ങിക്കുക വഴി മോശയുടെ മുഖം തേജസ്സുള്ളതായിട്ട് മാറി അല്ലേ? അത് ഈ കൽപ്പലകകളും പഴയ നിയമവും തേജസ്സുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം അതിനേക്കാൾ തേജസ്സുള്ളതാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു നോക്കിയാണ്. അതൊരു പ്രത്യേകതരം ഒരു ഒരു ഭാഷാ പ്രയോഗത്തിലൂടെയാണ് അത് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ലാറ്റിനിലും ഗ്രീക്കിലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം ഈ ഗൂഗിളൊക്കെ ചെയ്താൽ മനസ്സിലാകും. ആ ഫോർട്ടിയോറി എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രയോഗമാണ്. അതായത് ഫ്രം എ ലെസർ ട്രൂത്ത് ടു എ ഗ്രേറ്റർ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് അത് സത്യമുള്ളതായിരുന്നു. അത് സത്യമുള്ളതായിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എന്തുമാത്രം ശക്തിയുള്ളതാണ്, എന്തുമാത്രം തേജസ്സുള്ളതാണ്, എന്തുമാത്രം സത്യമുള്ളതാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതാണ് ആവർത്തിച്ച് അവിടെ പറയുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ഇതെല്ലാം മോശയുടെ കവണന്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിട്ട് മാറും. നീക്കം വരുന്നത് എന്ന് പറയുന്നത് മോശയുടെ കൽപ്പനകൾ. ക്രിസ്തുവിലൂടെ അത് നീങ്ങിയിട്ട് പുതിയ കൽപ്പനകളും പുതിയ ഉടമ്പടിയും സ്ഥാപിതമായി. അന്നേരം അതാണ് ഇനി നിലനിൽക്കാൻ പോകുന്നത്. അത് എന്തുമാത്രം തേജസ്സുള്ളതാണ്. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ 11 വായിക്കും. ഫോർ ഇഫ് വാട്ട് വാസ് ഫെയ്ഡിങ് അവേ കെയിം വിത്ത് ഗ്ലോറി, ഹൗ മച്ച് ഗ്രേറ്റർ ഇസ് ദ ഗ്ലോറി ഓഫ് ദാറ്റ് വിച്ച് എൻഡ്യൂർസ്. 12 വായിക്കുമ്പോൾ വാട്ട് വാസ് വൺസ് ഗ്ലോറിയസ് ഹാസ് നോ ഗ്ലോറി നൗ ഇൻ കമ്പാരിസൺ ടു ദ ഗ്ലോറി ദാറ്റ് സർപാസസ് ഇറ്റ്. മോശയുടെ ന്യായപ്രമാണവും സുവിശേഷവും തമ്മിലുള്ള ഒരു താരതമ്യം. അന്നേരം മോശയുടെ ന്യായപ്രമാണത്തിന് അതിനെ കുറച്ച് കാണുമല്ല, അത് തേജസ്സുള്ളതായിരുന്നു. പക്ഷെ അതിനെ മറികടക്കുന്ന തേജസ്സുമായിട്ടാണ് ക്രിസ്തുവിന്റെ സുവിശേഷം നിൽക്കുന്നത്. ആ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാണ് ഞങ്ങൾ എന്ന് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതാണ് 3:7 തൊട്ട് 3:18 വരെ ഉള്ളതും അങ്ങനെ ഒരു കമ്പാരിസൺ ആണ്. അന്നേരം മോശയുടെ ന്യായപ്രമാണം കല്ലിൽ എഴുതിയ നിയമം അത് എങ്ങനെയുള്ളതായിരുന്നു, അതിൽ നിന്ന് അതിനെ സർപ്പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു ഗ്ലോറി, ആ ഗ്ലോറിയിലാണ് ഞങ്ങൾ ഈ ന്യൂ കവണന്റ് എന്ന് പറയുന്ന ഗോസ്പല് സുവിശേഷം നിങ്ങളോട് പറയുന്നത്. അത് അതിനേക്കാൾ ഗ്ലോറി ഉള്ളതാണ്, അതിനേക്കാൾ നിലനിൽക്കുന്നതാണ് എന്നവിടെ ഇതിന്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുമുള്ള ഈ പുതിയ കവണന്റ്, ഹൃദയങ്ങളിൽ എഴുതുന്ന പുതിയ കവണന്റ്, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. അത് കിട്ടുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ ക്രിസ്തുവിലൂടെ കിട്ടുന്ന ആ പുതിയ നിയമത്തിന് പഴയ നിയമത്തിനേക്കാൾ തേജസ്സുണ്ട്, പഴയ നിയമത്തിനേക്കാൾ ശോഭയുണ്ട്, പഴയ നിയമത്തെക്കാൾ നിലനിൽക്കുന്നതാണ്. അത് മരണത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇത് ജീവന് കാരണമായിട്ട് മാറുന്നതാണ്. ഈ ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഡെത്ത് ത്രൂ ദ ട്രാൻസ്ഗ്രഷൻ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അന്നേരം ഇവിടെ ഇത് ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ എല്ലാവർക്കും അത് ജീവന്റെ കാരണമായിട്ട് മാറി. അതാണ് 3-ാം അധ്യായം എന്ന് പറയുന്നത്. അന്നേരം ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരല്പം കൂടെ പൗലോസ്ലീഹ ഒരു ഉയർന്ന തലത്തിലേക്ക് പൗലോസ്ലീഹയുടെ തിയോളജി മാറുകയാണ്. അലങ്കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പഴയ നിയമത്തെ പൗലോസ്ലീഹ വ്യാഖ്യാനം ചെയ്യുകയാണ്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെയും പുറപ്പാട് പുസ്തകത്തെയൊക്കെ പൗലോസ്ലീഹ വ്യാഖ്യാനം ചെയ്ത് ക്രിസ്തുവിൽ ഇതൊക്കെ നിവർത്തിയായി എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അങ്ങനെ അവിടെ നിർത്താം. ഇതിന് ഒരു കാര്യം കൂടെ പറയാം. ഈ ശ്ലാഘ്യപത്രം എന്ന് പറയുന്നിടത്ത്, ശ്ലാഘ്യപത്രം എന്ന് പറയുന്നതിന്റെ ഗ്രീക്ക് വാക്ക് സുസ്താത്തിക്കോൺ എന്ന വാക്കാണ്.
സ്താത്തിക്കോൺ എന്ന വാക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സ്താത്തിക്കോൺ എന്ന് പറയുന്നത് ഒരു മെത്രാനഭിഷേകത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു അധികാര പത്രം കൊടുക്കുന്നുണ്ട്. ഒപ്പിട്ട് വാങ്ങുന്ന ഒരു സംഗതിയുണ്ട്. ഒരാളെ മെത്രാപ്പൊലീത്തയാക്കി കഴിയുമ്പോൾ അയാൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് അത് പട്ടം കൊടുക്കുന്ന ആൾ എഴുതി വാങ്ങുന്ന സംഗതിയാണ് സുസ്താത്തിക്കോൺ എന്ന് പറയുന്നത്. സുസ്താത്തിക്കോൺ എന്ന് പറയുന്നത് ഈ ആദിമസഭയിലെ ഈ റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ട്രഡീഷനിൽ നിന്ന് വരുന്നതാണ്. ഒരു ഗ്രീക്ക് ഭാഷയിൽ അത് സ്താത്തിക്കോൺ എന്ന വാക്ക് ഇനി എപ്പോഴെങ്കിലും കേട്ടാൽ നിങ്ങൾ ഓർക്കണം. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ ആണ് ഈ സ്താത്തിക്കോൺ എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. ഒരാളെ ഒരു അപ്പോസ്തലൻ തന്റെ മെസ്സഞ്ചറെ ഒരു നാട്ടിലേക്ക് ഒരു സഭയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കൊടുത്തു വിടുന്ന എഴുത്ത്. നിങ്ങൾ ഇവനെ അവിടെ കൈക്കൊള്ളണം, നിങ്ങൾക്ക് സുവിശേഷം പറഞ്ഞു തരാനായിട്ട് ഞാൻ വിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ റെക്കമെൻഡേഷൻ ലെറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫോർജറി ചെയ്തുണ്ടാക്കുന്ന രീതിയും പഴയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഇൻട്രൂഡേഴ്സ് അവിടെ വരുന്നത്. അങ്ങനെ ഇൻട്രൂഡേഴ്സ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അന്നേരം ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച സംഗതികൾ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഈ വട്ടശ്ശേരി തിരുമേനിയുടെ അത് കൊടുക്കുമ്പോൾ ഇത് കൊടുക്കത്തില്ലയോ എന്തോ അതിന്റെ ഈ സ്താത്തിക്കോൺ എന്ന് പറയുന്നത് എല്ലാ മെത്രാപ്പൊലീത്തമാരെയും വാഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതൊരു അധികാരപത്രമാണ്. ഈ മെത്രാപ്പൊലീത്തയുടെ അധികാരം ഇന്നതൊക്കെയാണ് എന്ന് വാഴിക്കുന്ന ആൾ എഴുതി കൊടുക്കുന്ന സംഗതിയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ അത് ഇപ്പോഴും നിലവിലുള്ള നമ്മൾ ആ പാരമ്പര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു മെത്രാപ്പൊലീത്തയെ നിയമിക്കുമ്പോൾ നമ്മൾ സ്താത്തിക്കോൺ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ സ്താത്തിക്കോൺ എന്ന് പറയുന്നത് സുസ്താത്തിക്കോൺ എന്ന് പറയുന്നത് ഇവിടെ ഈ പൗലോസ്ലീഹ പറയുന്ന ഈ റെക്കമെൻഡേഷൻ ലെറ്റർ അതിലാണ് അതിന്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഇത് ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്ന സംഗതിയാണ്. ഒരാളെ ഇപ്പൊ അപ്പല്ലോസിനെ ഒരു എഴുത്ത് കൊടുത്ത് വിട്ടു എന്ന് പറയുന്നില്ലേ, അതൊരു സുസ്താത്തിക്കോൺ ആണ്. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, സംശയങ്ങളില്ലാത്ത സ്ഥിതിക്ക് അച്ഛാ we can wind up the class for today with a prayer. Okay. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളേണ്ടമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായ മറച്ചുകൊള്ളേണ്ടമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുന്ന ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കേണ്ടമേ. ദൈവമായ കർത്താവ്, നേരമൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചരങ്ങളിൽ മറച്ചുകൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും